പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാകുന്നു. നാളെ 1200 ചിങ്ങമാസം 8-ാം തീയതി ശനിയാഴ്ച, അതായത് 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ശനിയാഴ്ചയാകുന്നു. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19 സമയം 6:35 നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയം. എങ്കിലും പ്രാദേശിക സമയപ്രകാരം നിങ്ങൾക്ക് 9:19 മുതൽ 10:49 വരെയുള്ള സമയം രാഹുകാലമായി പരിഗണിക്കേണ്ടതുണ്ട്. നാളത്തെ നക്ഷത്രം പ്രായണ വളരെ ശക്തമായ നക്ഷത്രമാകുന്നു, അശ്വതി നക്ഷത്രമാകുന്നു. നക്ഷത്രങ്ങളിൽ ഒന്നാമനായ നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രം. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം അശ്വതി നക്ഷത്രത്തെ ഉപയോഗിക്കുന്നു. നക്ഷത്രാധിപനായ ഗ്രഹം കേതുവാകുന്നു. നക്ഷത്രത്തിൻ്റെ അധിദേവത അശ്വിനി ദേവകളാകുന്നു. പലപ്പോഴും മെഡിസിനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അശ്വതി നക്ഷത്രക്കാരുടെ ജാതകങ്ങൾ. പല മെഡിസിൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കെമിക്കൽ, വിഷം, മദ്യം ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. അശ്വതി മകം മൂലം. കാരണം ഈ നക്ഷത്രങ്ങളിലെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. സഞ്ചാരപ്രിയരായ നക്ഷത്രക്കാരാകുന്നു അശ്വതി. കാരണം നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാകുന്നു. തളരാത്ത പോരാളികളാണ്. പലപ്പോഴും നമുക്ക് കാണാം അശ്വതി നക്ഷത്രക്കാർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നാൽ പിന്നെ അവർ കുതിരയുടെ വേഗത്തിൽ തങ്ങളുടെ ശകടത്തെ നയിക്കുന്നത് കാണാം. പല അശ്വതി നക്ഷത്രക്കാർക്കും കുതിരയോട്ടവും കാറോട്ട മത്സരവും എപ്പോഴും ഹരമാകുന്നത് കാണാം. നാളെ തിഥി കാലത്ത് 8 മണി വരെ പഞ്ചമി തിഥി, കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയും 8 മണിക്ക് ശേഷം കറുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥിയുമാകുന്നു. ചന്ദ്രൻ ദുർബലമായി വരികയാണ്. കറുത്തപക്ഷത്തിലെ ചന്ദ്രൻ സപ്തമി വരെ നമുക്ക് മുഹൂർത്തങ്ങളൊക്കെ നോക്കാം. സപ്തമി കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ അഷ്ടമി, നവമി ഒക്കെ വളരെ ദുർബലമാകുന്നു ചന്ദ്രൻ. അതിനാൽ നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് 7:20 മുതൽ 8:20 വരെയുള്ള 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 12:15 മുതൽ 2:15 വരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന നാഗക്ഷേത്രത്തിൽ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തോടു കൂടിയാകട്ടെ. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്ത് രാഹുകേതുക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങുക. രാഹു സർപ്പങ്ങളുടെ ശിരസ്സാകുന്നു, കേതു വാലാകുന്നു. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന രീതിയിൽ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.